ഷിവചേട്ടാ, ഷിവ സാർ ഇവിടെയാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തോറ്റിരിക്കുന്നത്. അല്ല, തോൽവിയും പരാജയവും സിനിമ പോലെ തന്നെയാണ്, രാഷ്ട്രീയവും തോൽവിയും പരാജയവും ഒരുപോലെയാണ്. പക്ഷെ ലിജോ ചേട്ടൻ്റെ അടുത്തോ ലാലേട്ടനോട് ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഒന്നാമത്, ലിജോ ചേട്ടൻ എല്ലാം ഒളിച്ചു വെച്ചാണ്, ഒരു സസ്പെൻസും പുറത്തു വിടില്ല. അത് എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള 100% ഉറപ്പുള്ളതാണ്. നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യം പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. മമ്മൂക്കാട് പടമാണെങ്കിൽ പോയി ഇരിക്കാൻ പറ്റില്ല, ലാലേട്ടൻ്റെ പടത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം. അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത്, പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷിബു എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ഈ സിനിമാ പ്രവർത്തകൻ എന്ത് പറയും? എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. കള്ളം പറയല്ലെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ചു പറയണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ പിന്നെ സർപ്രൈസ് ഉണ്ടോ? സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും ഒരിക്കലും. ചോദിച്ചതാണ്. അല്ല, അത് തന്നെയാണ് കണ്ടിട്ട് പറയാം സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടോ എന്നുള്ളത്. അതെ, അല്ല ഫസ്റ്റ് തന്നെ വേണം എന്നുള്ളത് സെക്കൻഡ് എന്തായാലും വേണമല്ലോ. ഇതിന്റെ ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ല, പരസ്യമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളല്ലോ നമുക്കറിയാം, അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട്. അത് ഫെസ്റ്റിവലിലാണെങ്കിലും ഹൗസ്ഫുൾ ആവുന്നു. ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആവുന്നു. വലിയൊരു മാജിക്കാണ്. അത് പ്രേക്ഷകർ താങ്കൾക്ക് ഒരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു. മമ്മൂക്കയിൽ നിന്നും നേരെ ലാലേട്ടനിലേക്ക് അതെന്താണ്? മമ്മൂക്ക കഴിഞ്ഞ് പറഞ്ഞ ലാലേട്ടൻ, ഇങ്ങനെ ഒരു യാത്രയുണ്ട്. ഈ മാജിക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ഇത് ഇപ്പോ ഷിവചായന്റെ അടുത്ത് ചോദിച്ചറിയാം. ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലുമല്ല. അത് ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.